ഇത് കണ്ടോ, നമ്മളിങ്ങനെ എത്ര ഫാസ്റ്റായിട്ട് തയ്ച്ചിട്ടും ഈ തുണി ഇങ്ങോട്ടേക്ക് നീങ്ങുന്നില്ല. തുണി സാധാരണ ഇങ്ങോട്ട് നീങ്ങിയല്ലേ പോകേണ്ടത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ, അങ്ങനെ നീങ്ങുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു വീഡിയോ ആണ്. അതിൻ്റെ റീസൺ എന്താണെന്നും അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മൈഫ്രോക്സിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. ഇത് നമ്മുടെ സ്വിങ് ടിപ്സ് എന്ന സീരീസിലെ 4ാമത്തെ വീഡിയോ ആണ്. അപ്പം ഇതുവരെ ആ 3 കാണാത്ത ആൾക്കാർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിതിൽ നൂലൊക്കെ വളരെ കറക്റ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത്. മെഷീനിൽ ഇവിടെ ടെൻഷനൊക്കെ കറക്റ്റാണ്, ബാക്കി എല്ലാ കാര്യങ്ങളും മെഷീൻ്റെ കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ തുണി നീങ്ങുന്നില്ല. അപ്പോൾ ഇത് ചോദിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ റീസൺ ആണ് പറയുന്നത്. കണ്ടോ, ഒരു തയ്യൽ പോലും വീണിട്ടില്ല ഇവിടെ, നമ്മൾ ഇത്രയും തയ്ച്ചിട്ടു. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ കാര്യം, ഈ പ്ലേറ്റ് കണ്ടോ, ഈ പ്ലേറ്റ് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം. ചിലപ്പോൾ അതൊന്ന് ലൂസാകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതായത് ഈ സ്ക്രൂ ലൂസായിട്ടിരുന്നാലും ഇങ്ങനെ സംഭവിക്കാം. ഈ സ്ക്രൂ ലൂസായിട്ടിരുന്നാൽ നമുക്ക് സ്റ്റിച്ച് തുണി നീങ്ങാതെ വരും, സ്റ്റിച്ചിന് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഈ പ്ലേറ്റ് നമ്മളിവിടെ 2 സ്ക്രൂസ് ഉണ്ട്, ഇത് രണ്ടും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് തന്നെ വെക്കുക. ഇനി അടുത്ത കാര്യം, ഞാൻ ഈ പ്ലേറ്റ് ഊരിയെടുക്കുകയാണ്. ഈ 2 സ്ക്രൂസും നമുക്ക് ഊരിയെടുക്കാം. ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഊരിയെടുക്കാം. അപ്പം കുറേ നാളായിട്ട് ഊരാതിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ല കട്ടിയായിരിക്കും കേട്ടോ. അപ്പം ഒന്ന് ബലം പിടിച്ചാലേ വരികയുള്ളൂ. ഞാനിതിപ്പം വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലൂസാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഈ പ്ലേറ്റ് ഇങ്ങനെ ഊരിയെടുക്കാം. കണ്ടോ, അപ്പോൾ ഈ പ്ലേറ്റിൻ്റെ താഴെയായിട്ട് ഇങ്ങനൊരു പോർഷൻ ഉണ്ട്. കണ്ടോ, ഇതൊരു ടീത്ത് പോലത്തെ പോർഷനാണ്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഈ ഫുട്ട് അഴിച്ചു മാറ്റി. നിങ്ങൾ ഈ ടീത്ത് കണ്ടോ, ഈ പ്ലേറ്റിൻ്റെ അടിയിലായിട്ട് വരുന്ന ടീത്താണിത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ശരിക്കും കാണാൻ വേണ്ടി ഫുട്ട് ഊരി മാറ്റിയതാണ്. അപ്പോൾ ഈ ടീത്തിൻ്റെ 2 സ്ക്രൂസ് ഇവിടെയുണ്ട്. കണ്ടോ, ഈ സ്ക്രൂസ് ലൂസായിട്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ തുണി നീങ്ങാത്തതിൻ്റെ. ഈ സ്ക്രൂ നന്നായിട്ട് ടൈറ്റായി തന്നെ ഇരിക്കണം. ഇത് കണ്ടോ, ഇപ്പം സ്ക്രൂ ലൂസാണെങ്കിൽ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങും. കണ്ടോ, ഈ ടീത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങും. അപ്പോൾ നമുക്കറിയാം സ്ക്രൂ ലൂസാണെന്ന്. സ്ക്രൂ നല്ല ടൈറ്റ് ചെയ്ത് വെച്ചാൽ ഇത് നല്ല ഫിറ്റായിട്ടിരിക്കും, ഒട്ടും അനങ്ങുകയില്ല. അതുപോലെ തന്നെ ഇതിപ്പോൾ കുറേ പഴക്കം ചെന്ന മെഷീനൊക്കെ ആണെങ്കിൽ, കുറേ പഴകിയ മെഷീനാണെങ്കിൽ ഇതിന് നല്ല കണ്ടോ, ഈ ടീത്ത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല ഗ്രിപ്പുണ്ട് നമുക്ക്. ഇപ്പോൾ പഴകിയ മെഷീനാണെങ്കിൽ നമ്മൾ കുറേ തയ്ച്ച് ഇത് തേഞ്ഞു പോയിട്ടുണ്ടാവും. ഈ ടീത്ത് തേഞ്ഞു പോയിട്ട് നല്ല സ്മൂത്തായിട്ട് കൈ ഓടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൈ ഇങ്ങനെ വിരലൊരെണ്ണം വെച്ച് ഇങ്ങനെ ഓടിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോർഷൻ, ഈ ടീത്തിൻ്റെ ഇത്രയും പോർഷൻ നിങ്ങൾക്ക് വേറെ വാങ്ങിക്കാൻ കിട്ടും. ഈ മെഷീൻ്റെ സാധനങ്ങൾ വാങ്ങിക്കുന്ന കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിയിടുക, പഴയ മെഷീനാണെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ ഇതുപോലെ ലൂസായിട്ടായിരിക്കും നിങ്ങളുടെ തുണി നീങ്ങാത്തത്. ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഈ സ്ക്രൂസ് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ടീത്തിൻ്റെ പോർഷൻ അനങ്ങില്ല. കണ്ടോ, നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. അതുപോലെ തന്നെ ഇവിടെ ക്ലീൻ ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. കൂടെ പൊടിയൊക്കെ കയറിയിരുന്നാലും നമുക്ക് സ്റ്റിച്ചിങ്ങിന് പ്രശ്നമാണ് ഇവിടെ. അപ്പോൾ ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പ്ലേറ്റ് വെച്ചിട്ട് ടൈറ്റ് ചെയ്തെടുക്കാം. അത് പ്ലേറ്റിൻ്റെ സ്ക്രൂസും ലൂസ് ആവാതെ തന്നെ ശ്രദ്ധിച്ചോണേ. ഇപ്പോൾ ഞാൻ ഇത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്, നൂലൊക്കെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്, ഫുട്ടും തിരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തയ്ച്ച് നോക്കാം. കണ്ടോ, വളരെ ഭംഗിയായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റുന്നുണ്ട്. വളരെ ചെറിയൊരു പ്രോബ്ലമാണ്, നമുക്ക് 2 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണിത്. ഇപ്പോൾ ഈ ടീത്ത് തേഞ്ഞു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ഊരുക, അകത്തെ ആ സ്ക്രൂ ടൈറ്റ് ആക്കുക, ഇതും ടൈറ്റ് ആക്കുക, അത്രയും മാത്രം ചെയ്യേണ്ടതുള്ളൂ. ഇങ്ങനെ തേഞ്ഞു പോകുക എന്ന് പറയുന്നത് കുറേ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേ പോകുള്ളൂ കേട്ടോ. ഒത്തിരി പഴയ മെഷീനൊക്കെ ആകുമ്പോഴേ പോകുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കടകളിലൊക്കെ പോലെ ഒത്തിരി തയ്ക്കുന്ന ആൾക്കാരാണെങ്കിലൊക്കെ പെട്ടെന്ന് എന്നാൽ പോലും വർഷങ്ങളൊക്കെ കഴിഞ്ഞ് അത് തേഞ്ഞു പോവുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വളരെ ചെറിയൊരു പ്രോബ്ലമാണ്, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.